തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനമൊക്കെ വന്നു. മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ആരാകും മുഖ്യമന്ത്രി? ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും എന്നിവരുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. തർക്കം പരിഹരിക്കാനായാൽ ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ VD സതീശന് കേരള ഹൗസിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാകെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. എന്തായാലും ആ പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ലിജിൻ, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF ഭരണം പിടിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ന് അത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടത്തും. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും, അവരുമായി ചർച്ച നടത്തും. ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദത്തിനപ്പുറത്തേക്കുള്ള തർക്കം അവസാനിപ്പിക്കാൻ സാധിച്ചാൽ മാത്രം ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുമായി ആരാണ് എന്ന പ്രഖ്യാപനമുണ്ടാകും. അതല്ലെങ്കിൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി VD സതീശൻ ഡൽഹിയിലെത്തിയിരുന്നു. ഇവിടെ കേരള ഹൗസിലെത്തിയിരുന്നു. വൻ സ്വീകരണമാണ് VD സതീശന് ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് നിലവിൽ ഹൈക്കമാൻഡിന് മുൻപിൽ കേന്ദ്ര നിരീക്ഷകർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് MLA-മാരുടെ പിന്തുണ ഭൂരിപക്ഷവും KC വേണുഗോപാലിന് അനുകൂലമായിട്ടാണുള്ളത്. എന്നാൽ MLA-മാരുടെ മാത്രം പിന്തുണ പരിശോധിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എടുക്കുമോ എന്നാണ് നോക്കിക്കാണുന്നത്. കാരണം UDF-ൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര നിരീക്ഷകർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും MLA-മാരുടെ പിന്തുണയ്ക്കൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായവും ഒപ്പം ജനവികാരവും പരിഗണിക്കണം എന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും? ഒപ്പം ഈ വിഷയത്തിൽ ചർച്ചകളിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഏറെ നിർണായകമാകും എന്നുള്ളതാണ്. ഹൈക്കമാൻഡിൽ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് തീരുമാനം മുൻപോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാകും. നിലവിൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ളത് KC വേണുഗോപാലാണ്. പക്ഷേ കേരളത്തിൽ UDF-ലെ ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്നതും അവിടെ VD സതീശന് മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്യമായി പ്രകടനങ്ങൾ നടത്തുന്നതുമെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട്. അതായത് മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചുവെങ്കിൽ പോലും നിയമസഭാ കക്ഷി നേതാവിനെ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തർക്കം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തർക്കത്തിന്റെ ഒരു പരിഹാരം കാണാൻ കൂടിയാണ് മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ചകൾ നടത്തും. ആ തർക്കത്തിലൊരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ, കാരണം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്ന് പറയുമ്പോഴും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ നടത്തേണ്ടി വരും. കൂടാതെ KC വേണുഗോപാലിന് വേണ്ടി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കും നടത്തേണ്ടി വരും. അത് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കാൻ കാരണമാകും എന്ന വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും KC വേണുഗോപാൽ എന്ന പ്രഖ്യാപനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താത്തത്. അതുകൊണ്ട് ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം തുടരുകയാണ്. അത് സംബന്ധിച്ചൊരു നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടത്തും. ഹൈക്കമാൻഡ് നേതൃത്വം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. തർക്കം പരിഹരിക്കാനായാൽ മാത്രമായിരിക്കും ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണു, ഒരു കാര്യം കൂടി, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം നേരിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ലോക്സഭയിലേക്കും മറ്റൊന്ന് നിയമസഭയിലേക്കും. ഈ KC പക്ഷം ഇപ്പോഴും അവകാശപ്പെടുന്നത് MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ അത്തരത്തിൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ നിശ്ചയമായും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് എന്തായാലും KC പക്ഷത്തിനുണ്ടാകും. മാത്രവുമല്ല ഹൈക്കമാൻഡിനും അത് വലിയൊരു ക്ഷീണമാകും. ആ രീതിയിലുള്ള ഒരു ഫോർമുല ആയിരിക്കുമല്ലോ എന്തായാലും തീരുമാനത്തിൽ അന്തിമമായി ഉണ്ടാവുക.
ലജിൻ, തീർച്ചയായും അക്കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. കാരണം MLA-മാരുടെ പൂർണ്ണ പിന്തുണ, ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്ന് പറയുമ്പോഴും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഒന്ന് സംഘടനാ തലത്തിൽ പ്രവർത്തകരുടെ അതൃപ്തിക്ക് ഇടയാക്കും. രണ്ട്, ആലപ്പുഴയിൽ ഒരു ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും. കൂടാതെ നിയമസഭയിലേക്കും KC വേണുഗോപാലിന് വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അതിനെ ഹൈക്കമാൻഡ് നേതൃത്വം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് ഈ പ്രഖ്യാപനത്തിൽ ഏറെ നിർണായകമാകുമെങ്കിൽ പോലും KC വേണുഗോപാൽ ഈ ചർച്ചകളിൽ ഇന്ന് നേരിട്ട് പങ്കെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള അവകാശവാദം ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുൻപിലേക്ക്, കാരണം നിലവിൽ MLA-മാരും മുതിർന്ന നേതാക്കളുമാണ് ഹൈക്കമാൻഡിന് മുൻപിൽ അല്ലെങ്കിൽ കേന്ദ്ര നിരീക്ഷകർക്ക് മുൻപിൽ KC വേണുഗോപാലിന് വേണ്ടി ശക്തമായി വാദിച്ചിട്ടുള്ളത്. ഈ ചർച്ചകളിൽ നേരിട്ടെത്തി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാദിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കണം. അദ്ദേഹം ഹൈക്കമാൻഡിന് മുൻപിൽ ഉന്നയിച്ചിട്ടുള്ള അവകാശവാദം എന്നുള്ളത് മുതിർന്ന നേതാവാണ്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന പരിചയമുണ്ട്. ഒപ്പം മുൻപ് പല ഘട്ടങ്ങളിലും നേതാക്കൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള അവകാശവാദം നേരത്തെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഈ മൂന്ന് പേരുകളിൽ ആരിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിനായാണ് മുതിർന്ന നേതാക്കളെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ ചർച്ചകളിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിലെല്ലാം ഏറ്റവും നിർണായകമാവുക, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എന്ത് തീരുമാനം ഈ ചർച്ചകളിൽ മുൻപോട്ട് വയ്ക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ആരെ പിന്തുണച്ചുകൊണ്ട് ഈ ചർച്ചകളിൽ അഭിപ്രായം പറയും എന്നുള്ളത് ഏറെ നിർണായകമാകും. അത് അന്തിമമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ നേതൃത്വത്തിന് മുൻപിലുള്ള തലവേദന എന്നുള്ളത് VD സതീശനുമായി ബന്ധപ്പെട്ട നേതാക്കൾ കേരളത്തിൽ എത്രത്തോളം അതൃപ്തി ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്നും ഒപ്പം KC വേണുഗോപാലിന് വേണ്ടി നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഹൈക്കമാൻഡ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊരു തലവേദനയിലേക്ക്, ഒരു അനിശ്ചിതത്വത്തിലേക്ക് കോൺഗ്രസിനുള്ളിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച ഭൂരിപക്ഷം നിയമസഭയിലേക്ക് 140 അംഗ നിയമസഭയിലേക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ UDF-ന് ഭരണത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചെങ്കിലും ഇപ്പോഴും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തർക്കം പരിഹരിക്കാൻ സാധിച്ചാൽ മാത്രം ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്.